സ്നേഹം സ്നേഹം ആണിറങ്ങി വരമായി പൊഴിയാനായി കൂപ്പുകൈയോടെ കുമ്പിടാമിവിടെ ദിവ്യയാഗം തുടങ്ങി. സ്നേഹം ആണിറങ്ങി വരമായി പൊഴിയാനായി കൂപ്പുകൈയോടെ കുമ്പിടാമിവിടെ ദിവ്യയാഗം തുടങ്ങി. ഈ നിമിഷം ധന്യം മനോജ്ഞം ഈശോ നിണം ചിന്തി ജീവൻ തരും പാവനമേൽ താരമുന്നിൽ പാപം നിറഞ്ഞിടും ആത്മാവുമായി നാഥാ വന്നിടാം എന്നെ കഴുകിടാം സ്വർഗമേകിടും യാഗം പങ്കിടാം. സ്നേഹം താണിറങ്ങി വരമായി പൊഴിയാനായി കൂപ്പുകൈയോടെ കുമ്പിടാമിവിടെ ദിവ്യയാഗം തുടങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥനയായ പരിശുദ്ധ കുർബാനയിൽ ഇന്ന ദിവസം നമ്മൾ ഓരോരുത്തരും പങ്കുചേരുകയാണ്. തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാണിക്കയായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധമായ ഈ ബലിവേദിയിൽ നമുക്കും പ്രത്യേകം യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവൂതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവോതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വഴിയാണല്ലോ പരിത്രാണം വരുന്നതും ഞങ്ങൾക്ക് ദത്തെടുപ്പ് ലഭിക്കുന്നതും. അങ്ങേ പ്രിയ മക്കളെ ദയാപൂർവം കടാക്ഷിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ
നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങളെന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങളെന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിനെ സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മെരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരനെ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം രമ്യതയുടെ സന്ദേശം നമ്മെ വരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ല എങ്കിൽ 2 or 3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി 1 or 2 സാക്ഷികളെ കൂടെ നിന്നോടൊത്തു കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതികനെ പോലെയും
ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ ഇവരുടെയും പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, വായിച്ചു കേട്ട സുവിശേഷത്തെ ആസ്പദമാക്കി 3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് അച്ഛനിന്ന് ആഗ്രഹിക്കുക. സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ 2 ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും ആദ്യത്തേത്, ക്രിസ്ത്യാനികളായ നമ്മൾക്ക് ഓരോരുത്തർക്കും തെറ്റ് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെ തിരുത്താനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആൽബർട്ട് ഐൻസ്റ്റീനെതിരെ ജർമ്മനിയിലെ നാസികൾ നടത്തിയ താത്വിക യുദ്ധത്തിൻ്റെ പരിണാമമായിട്ട് ഒരു ഗ്രന്ഥം എഴുതപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ. 100 പേർ 100 എഴുത്തുകാർ ഐൻസ്റ്റീനെതിരെ എന്നുള്ളതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഐൻസ്റ്റീൻ്റെ തത്വങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഗ്രന്ഥമാണ്. ഇതേക്കുറിച്ച് അറിയുമ്പോൾ ഐൻസ്റ്റീൻ്റെ വാക്കുകൾ എങ്ങനെയാണ്? പുഞ്ചിരിയോടുകൂടിയ മറുപടി ഇങ്ങനെയാണ്: എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ എന്തിനാണ് 100 പേര്? ഒരാൾ മതിയായിരുന്നല്ലോ എനിക്ക് ഈ തെറ്റു തിരുത്താൻ എന്നുള്ളതാണ്. തിരുത്തേണ്ടതിൻ്റെ മാതൃക എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ തിരുത്തേണ്ടത് എന്ന് ക്രിസ്തു ഇന്ന് സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണല്ലോ: നിൻ്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ അവനും നീയും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് തിരുത്തുക എന്നാണ് ക്രിസ്തു പറയുക. ഇത്രത്തോളം മനോഹരമായിട്ടുള്ള മാതൃക മറ്റെവിടെയാണ് നമ്മൾക്ക് ലഭിക്കുക? എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ അതിന് ക്രിസ്തുവിൻ്റെ മറുപടി 7 എന്നല്ല, 70 പ്രാവശ്യം എന്നാണല്ലോ. പക്ഷേ ക്ഷമിക്കുന്ന ഉത്തരവാദിത്വത്തോടൊപ്പം തന്നെ നമ്മൾക്ക് തിരുത്താനും കൂടിയുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തിരുത്തലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹമായിരിക്കണമെന്ന് ക്രിസ്തുവിന് നിർബന്ധമുണ്ട്. സ്നേഹമില്ലാത്ത തിരുത്തലുകളാണ് പലപ്പോഴും കുറ്റപ്പെടുത്തലുകളായി മാറണത്. കുറ്റപ്പെടുത്തലുകളല്ല, ഒരുവനെ നശിപ്പിക്കുന്ന തിരുത്തലുകളല്ല, മറിച്ച് സ്നേഹത്തോടുകൂടെയുള്ള ബോധ്യപ്പെടുത്തലുകളാണ് നമ്മളുടെ ജീവിതത്തിൽ വേണ്ടത് എന്ന് ക്രിസ്തുവിന്ന് വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെ സ്നേഹമില്ലാത്ത കുറ്റപ്പെടുത്തലുകളാണ്. ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ വരുന്നത് കൊണ്ടാണ് പല ബന്ധങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പനും മകനും തമ്മിൽ, അമ്മയും മകളും തമ്മിൽ, മരുമകളും അമ്മായിയമ്മയും തമ്മിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്നേഹമില്ലാത്ത തിരുത്തലുകൾ കുറ്റപ്പെടുത്തലുകളായി മാറുമ്പോഴാണ്. രണ്ടാമത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ സാധ്യതകൾ തുറന്നിടാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. കുമ്പസാരമെന്ന വിശുദ്ധമായിട്ടുള്ള കൂദാശയെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രിസ്തുമൊഴികളാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ വായിച്ചു കേൾക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും എന്നുള്ളതാണ്. കുമ്പസാരമെന്ന കൂദാശയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന മറ്റൊരു വാക്കാണ് അനുരഞ്ജന കൂദാശ എന്ന് പറയുന്നത്. ദൈവവുമായും മനുഷ്യനുമായും അനുരഞ്ജനപ്പെടുത്തുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുന്നത്. ഈ ഒരു വചനം ക്രിസ്തു നമ്മളുടെ മുമ്പിൽ നിന്ന് വിചിന്തനത്തിനായിട്ട് വെക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആലോചിച്ചുറപ്പിക്കേണ്ട ഒരു കാര്യം, അനുരഞ്ജനത്തിൻ്റെ സാധ്യത നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പിൽ നമ്മൾ തുറന്നിടുന്നുണ്ടോ എന്നുള്ളതാണ്.
ദൈവം ഈ അനുരഞ്ജനത്തിൻ്റെ സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത്, ഇത് കുമ്പസാരം വഴിയാകട്ടെ മറ്റേതൊരു വഴിയായിക്കൊള്ളട്ടെ, ദൈവം ഇങ്ങനെ ഒരു സാധ്യത തുറന്നിടുന്നത് ഇതുവരെ നടന്ന വഴികളിൽ നിന്ന് നമ്മളൊന്ന് വഴിമാറി നടന്ന് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ദൈവം, നമ്മളുടെ ദൈവത്തെക്കുറിച്ച് പോലും പറയണ വാക്കുകൾ ഇങ്ങനെയാണല്ലോ, A God is a God of second chance. സാധ്യതകൾ, രണ്ടാമതൊരവസരം തരുന്ന ദൈവമാണ് നമ്മളുടെ ദൈവമെന്നാണ്. നമ്മൾ ബൈബിളിൻ്റെ എല്ലാ കാലഘട്ടങ്ങളും എടുത്തു നോക്കുക, ദൈവം ഇങ്ങനെ ഓരോരുത്തർക്ക് രണ്ടാമതൊരു സാധ്യത നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെടുന്ന തൻ്റെ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം എത്രയോ തവണയാണ് ഇങ്ങനെ തിരികെ വരാനുള്ള രണ്ടാമത് സാധ്യതകൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു തിരുത്തലിൻ്റെ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം പറയുക, ഞാൻ നിന്നെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കാരണം മരുഭൂമിയിലാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇസ്രായേൽ ഏറ്റവും കൂടുതൽ സുന്ദരമായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. പുതിയ നിയമത്തിൽ നോക്കുക, എത്രയോ തവണ ഇങ്ങനെ രണ്ടാമത് സാധ്യതകൾ നൽകിയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ധൂർത്തപുത്രൻ്റെ ഉപമ, ധൂർത്തപുത്രന് ദൈവം നൽകുന്ന രണ്ടാമത്തെ സാധ്യതയാണ് അവൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത്. ബൈബിൾ അതിന് വ്യക്തമായിട്ട് പറയുക, അവന് സുബോധമുണ്ടായി എന്നുള്ളതാണ്. പിന്നീടുള്ള അവൻ്റെ വഴികൾ തീർച്ചയായിട്ടും മുന്നേ നടന്ന വഴികളായിരിക്കില്ല എന്ന് ഉറപ്പാണ്. പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ മുഴുവനും ആവശ്യം എന്താ? ജനക്കൂട്ടത്തിൻ്റെ മുഴുവനും ആവശ്യം മോശയുടെ നിയമമനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലണം, ആദ്യത്തെ കല്ല് ക്രിസ്തു തന്നെ എറിയണം എന്നുള്ളതാണ്. പക്ഷേ ക്രിസ്തു അവളുടെ മുമ്പിൽ രണ്ടാമതൊരു സാധ്യതയെ തുറന്നിട്ട് കൊടുക്കുകയാണ്. കുമ്പിട്ട് നിന്നുകൊണ്ട് അവൻ നിലത്ത് തൻ്റെ വിരലുകൾ കൊണ്ട് എന്തോ എഴുതിയെന്നാണല്ലോ നമ്മൾ വചനത്തിൽ വായിച്ച് കേൾക്കുക. കൂടെ വന്നവരുടെ പാപങ്ങളാണ്. പക്ഷെ ക്രിസ്തു അവളുടെ മുമ്പിൽ രണ്ടാമതൊരു സാധ്യത തുറന്നു വെച്ചിട്ട് പറയണത്, ഞാനും നിന്നെ വിധിക്കണില്ല, പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത് എന്നുള്ളതാണ്. ഇതുവരെ നടന്ന വിശുദ്ധിയല്ലാത്ത വഴികളിൽ നിന്ന് അവൾ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറാനായിട്ട് തുടങ്ങുന്നത് ഈ രണ്ടാമത്തെ സാധ്യതയുടെ മുൻപിലാണ്. സക്കേവൂസിനെ നോക്കുക, അവൻ്റെ വീട്ടിലെ ക്രിസ്തു വിരുന്നിന് ചെല്ലാനായിട്ട് ഒരുങ്ങിയാണ്. ചുറ്റുമുള്ളവരും പിറുപിറുക്കണുണ്ട്, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്നല്ലോ എന്നുള്ളതാണ്. ക്രിസ്തു അവൻ്റെ മുമ്പിൽ രണ്ടാമതൊരു സാധ്യതയെ തുറന്നിടുന്നത് അവൻ്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ടാണ്. പിന്നീട് അവൻ്റെ പശ്ചാത്താപത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി അതെല്ലാം തിരികെ കൊടുക്കാനായിട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു അവൻ്റെ ഈ സാധ്യത കണ്ടിട്ടാണ് പറയുക, ഇന്ന് നിന്റെ ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലൂടെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇത്ര മാത്രമാണ്. നമ്മളുടെ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. അനുരഞ്ജനത്തിൻ്റെ സാധ്യത നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പിൽ നമ്മൾ തുറന്നിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതൊരു സാധ്യത എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാനുള്ള സമയമാണ്. അങ്ങനെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ പലരും ഇന്നും നമ്മുടെ കൂടെയുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. പല സ്വത്ത് തർക്കങ്ങളും പണ്ടേ അവസാനിച്ചു പോയിരുന്നേ എന്നാണ്. പല സൗന്ദര്യ പിണക്കങ്ങളും നമ്മൾ പണ്ടേ മറന്നുപോയേനെ എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അനുരഞ്ജനത്തിൻ്റെ സാധ്യതകൾ തുറന്നിടുമ്പോൾ ക്ഷമിക്കാനും പൊറുക്കാനും ചിലത് മറക്കാനും കൂടിയുള്ള മനസ്സ് നമ്മൾക്കുണ്ടാകണം എന്ന് തന്നെയാണ് ക്രിസ്തു പറയണത്. മൂന്നാമത് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ തിരുത്തലിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സാധ്യതകളുള്ളിടത്താണ് ദൈവത്തിൻ്റെ സാമീപ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞത് എന്താ? ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞത് തിരുത്തലുകളുടെ സാധ്യതകളെക്കുറിച്ച്. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത് അനുരഞ്ജനത്തിൻ്റെ വാതിലുകൾ തുറന്നിടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ഇത് രണ്ടും ഉള്ളിടത്താണ് യോജിപ്പുണ്ടാവുക. അവിടെയാണ് ക്രിസ്തു ഉണ്ടാവണേ എന്നാണ് ക്രിസ്തു പിന്നീട് പറയുന്നത്. ക്രിസ്തു പറയുന്ന വാക്കുകൾ എന്താ? നിങ്ങളിൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ ഞാനുണ്ടാകും. നിങ്ങൾ യോജിച്ച ഏതൊരു കാര്യവും പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായിട്ടും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് പറയണത്. അനുരഞ്ജനത്തിൻ്റെ വാതിലുകൾ തുറന്നിടാൻ
തിരുത്തലുകൾ നടത്താനുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ വലിയ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോജിപ്പോടുകൂടെ ജീവിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് കൃപ നൽകണമേ എന്ന് തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും ഞങ്ങളുടെ ഇടവക വികാരിയായ മൈക്കൽ തലക്കട്ടി അച്ഛനെയും ഇന്നേ ദിവസം ഞങ്ങൾക്കായി ദിവ്യബലി അർപ്പിക്കുന്ന ജിബിൻ അച്ഛനെയും സഹവികാരിമാരെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദിവ്യജ്യോതിസായ അങ്ങയെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ജീവിക്കുവാനും ആ പ്രകാശത്തെ സഭാമക്കൾക്ക് ഊർജ്ജസ്വലതയോടുകൂടി പകർന്നു കൊടുക്കാനുമുള്ള എല്ലാവിധ വരദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ വലസുതൻ കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുടെ രാജ്യത്തെയും ലോകം മുഴുവനെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ഈ ഭൂമിയിൽ നിന്നുയരുന്ന രോഗികളുടെ നിലവിളിയിലേക്ക് അങ്ങ് ചെവിച്ചായ്ക്കണമേ. രോഗികളെ ശുശ്രൂഷിക്കുന്നവരെയും രോഗവ്യാപനം തടയുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന എല്ലാ അധികാരികളെയും അവരുടെ സഹകാരികളെയും അങ്ങേ കരവലയത്താൽ കാത്തിരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും അധിനാഥനായ ദൈവമേ, പ്രകൃതിക്ഷോഭം മൂലവും മറ്റപകടങ്ങൾ മൂലവും നിരവധിയായ ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ജീവസന്ധാരണത്തിനായി കരയിലും കടലിലും കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ തൊഴിലാളികളെയും തൊഴിലില്ലാതെ വലയുന്നവരെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതങ്ങളിലേക്ക് ആശ്വാസദായകനായി കടന്നു ചെന്ന് പ്രത്യാശയോടെ മുന്നേറാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, ജീവിതത്തിൻ്റെ സുഖദുഃഖ വാതായനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അബദ്ധ സിദ്ധാന്തങ്ങൾക്കും അസത്യത്തിനും ചെവി കൊടുക്കാതെ ഹൃദയത്തിലും ഉദരത്തിലും വചനമാകുന്ന യേശുവിനെ വഹിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തെയും വിശ്വാസത്തെയും മുറുകെ പിടിക്കുവാനും
യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുവാനും എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും അതിനാഥനായ ദൈവമേ, ഇഹലോകവാസം വെടിഞ്ഞ എല്ലാവരെയും മരണാസന്നരായി കഴിയുന്നവരെയും അങ്ങ് കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങയുടെ നിത്യപ്രകാശത്താൽ അവരുടെ പാപാന്ധകാരത്തെ നീക്കി നിത്യമായ സമാധാനം നൽകി സ്വകീയ ആനന്ദത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങ് ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം ഇവർ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ. നൈവേദ്യമായി അനുഗ്രഹിക്കൂ നാഥ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ. നൈവേദ്യമായി അനുഗ്രഹിക്കൂ നാഥ സമ്മോദമായി. ഉയരുമി കാസയിൽ അർച്ചനയായി ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. ഉയരുമി കാസയിൽ അർച്ചനയായി ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. അലിവോടെ നാഥ സ്വീകരിക്കൂ, തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. അലിവോടെ നാഥ സ്വീകരിക്കൂ, തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ. നൈവേദ്യമായി അനുഗ്രഹിക്കൂ നാഥ സമ്മോദമായി. സഹോദരരും, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നിഷ്കളങ്കമായ ആരാധനയുടെയും സമാധാനത്തിൻ്റെയും ഉടയവനായ ദൈവമേ, ഈ കാഴ്ചയർപ്പണം വഴി അങ്ങേ മഹിമയെ ഞങ്ങൾ സമുചിതം ആരാധിക്കുകയും ദിവ്യരഹസ്യങ്ങളിലുള്ള പങ്കാളിത്തത്താൽ വിശ്വസ്തതയോടെ മനസ്സുകളിൽ ഒന്നായി തീരുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത്
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതികൾ ആലപിച്ച് ഞങ്ങളും അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിമണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തായോടും എല്ലാ വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ.
ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ഒന്നു ചേർന്ന് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാഥ, നിൻ നാമം പൂജിതമായിടയും. വരണം നിൻ രാജ്യം സ്വർഗത്തിലേപ്പോൾ, നിന്നുള്ളം ആരിലുമായിടയണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടയണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്ക. പാപം പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടയണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ ഏവരെയും നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് ജീവിക്കുന്ന ദൈവത്തിനായി അതിയായി ദാഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വചനത്തിൻ്റെയും സ്വർഗീയ കൂദാശയുടെയും ഭോജനത്താൽ അങ്ങേ വിശ്വാസികളെ പരിപോഷിപ്പിക്കുകയും ഉജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുപോലെ അങ്ങേ പ്രിയപുത്രൻ്റെ മഹനീയ ദാനങ്ങളാൽ മുന്നേറാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവിടുത്തെ ജീവനിൽ നിത്യമായി പങ്കുചേരാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചും. ദൈവത്തിന് നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സൃഷ്ടാവാം പാവനാത്മാവേ, മക്കൾ തൻ ഹൃത്തിൽ വരേണേ. സൃഷ്ടികളാം ഇവരിൽ വരേണേ. നിന്റെ ദിവ്യ പ്രസാദം തരേണേ. ദീപങ്ങളാമിന്ദ്രിയങ്ങൾ നീ തെളിച്ചിടുന്ന നേരം, സ്നേഹത്തിൻ ശീലുകൾ മൂളും ഞങ്ങൾ ശാന്തി ഗീതങ്ങളും പാടും. വഴികാട്ടിയായി നീ വന്നാൽ, ജീവിതവീഥിയിൽ നിന്നാൽ, ശത്രുവിന്നണികൾ തകർക്കാൻ ആരിൽ ശക്തിയാർജിച്ചിടും ഞങ്ങൾ. ദൈവപിതാവിനും സുതനും മൂന്നാമനാകുമങ്ങേക്കും സ്തുതിയായിരിക്കട്ടെ എന്നും, എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും. പരിശുദ്ധ വിലാർവാടത്തമ്മയോടുള്ള നൊവേന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ഏകസുതനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ മാതാവായ മറിയത്തെ ഞങ്ങളുടെയും അമ്മയായി കുരിശൻ ചുവട്ടിൽ വെച്ച് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ അമ്മയുടെ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ
അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ ജപം നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. ഓ വല്ലാർപാടത്തമ്മേ, ഓ വല്ലാർപാടത്തമ്മേ, കാരുണ്യവതിയായ രാജ്ഞി, കാരുണ്യവതിയായ രാജ്ഞി, വിമോചകനാഥേ, വിമോചകനാഥേ, അങ്ങയെ ഞങ്ങൾ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മക്കളായ ഞങ്ങളിതാ അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ അണഞ്ഞിരിക്കുന്നു. വിനയത്തിന്റെയും വിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും നിറകുടമായ അമ്മേ, ദൈവാത്മാവിന്റെ പ്രചോദനങ്ങളോട് സഹകരിക്കുവാനും സകലരെയും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞങ്ങൾക്ക് വരം നൽകണമേ. ദൈവപുത്രനായ യേശുവിനെ ലോകത്തിന് പ്രദാനം ചെയ്ത അമ്മേ, അങ്ങേ തിരുക്കുമാരന്റെ തിരുഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് യേശുവിന്റെ അത്ഭുതകരമായ സഹായം നേടിക്കൊടുത്ത മധ്യസ്ഥേ, പാപികളും ദരിദ്രരും ബലഹീനരുമായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. വിശ്വാസത്തോടും പ്രാർത്ഥനാ ചൈതന്യത്തോടും സേവന തൽപരതയോടും ത്യാഗമനോഭാവത്തോടും കൂടെ കുടുംബജീവിതം നയിച്ച അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെ സ്നേഹിച്ചും ആദരിച്ചും അംഗീകരിച്ചും പ്രോത്സാഹിപ്പിച്ചും അവരുടെ കഴിവുകൾ വളർത്തിയും കുറവുകൾ നികത്തിയും ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനം താല്പര്യപൂർവം ശ്രവിക്കുവാനും സന്തോഷത്തോടെ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. അപകടസന്ധിയിൽ ആയിരിക്കുന്നവർക്ക് അഭയമായ വല്ലാർപാടത്തമ്മേ, അങ്ങയുടെ സഹായം യാചിക്കുന്ന സകലരെയും അങ്ങ് കനിവോടെ കടാക്ഷിക്കണമേ. ജലത്തിൽ യാത്ര ചെയ്യുന്നവരെയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അങ്ങ് സംരക്ഷിക്കണമേ. വല്ലാർപാടത്തമ്മേ, അമ്മയുടെ സഹായം തേടി വരുന്ന എല്ലാവരെയും അങ്ങേയ്ക്ക് അടിമ സമർപ്പണം നടത്തുന്ന സകലരെയും ആശീർവദിക്കണമേ. പാപത്തിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അപകടത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭവമറിയമേ, ആഴമായ വിശ്വാസത്തോടെ അങ്ങേ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഈ നിമിഷം നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അങ്ങേ ദിവ്യപുത്രന് സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമേ. ഞങ്ങളും അങ്ങയെ പോലെ ജീവിച്ച് അങ്ങയോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും കൂടെ സ്വർഗീയ പിതാവിനെ നിത്യം വാഴ്ത്തി സ്തുതിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശ്വാസികളുടെ പ്രാർത്ഥന. പ്രിയ സഹോദരരെ, ആവശ്യ നേരങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിലും അഭയമായ വല്ലാർപാടത്തമ്മയുടെ സവിശേഷ മാധ്യസ്ഥം വഴി നമ്മുടെ യാചനകൾ കാരുണ്യവാനും സ്നേഹപിതാവുമായ ദൈവത്തിന് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പാപ്പയെയും ഞങ്ങളുടെ അഭിവന്യ മെത്രാപ്പൊലിത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേ അരൂപിയാൽ നിറച്ച് ദൈവജനത്തെ നയിക്കുന്നതിന് പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ജ്ഞാനസ്നാനം വഴി അങ്ങേ മക്കളായി തീർന്നവരെല്ലാം സുവിശേഷ ദർശനങ്ങൾക്കും ദൈവപ്രമാണങ്ങൾക്കും സഭാപ്രബോധനങ്ങൾക്കും അനുസൃതമായി ജീവിക്കാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അനീതിയും അക്രമവും കൊണ്ട് പരസ്പരം കലഹിച്ചു കഴിയുന്ന ജനപദങ്ങളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, എല്ലാവരും തൊഴിലിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും തൊഴിൽ രംഗങ്ങളിൽ സൗഹൃദവും സഹകരണ മനോഭാവവും വളർത്തുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും വളർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, രോഗങ്ങളാലും മാനസിക വ്യഥകളാലും ക്ലേശിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അങ്ങ് സാന്ത്വനവും സൗഖ്യവും പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, കര, കടൽ, ആകാശമാർഗങ്ങളിൽ യാത്ര ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, മരണമടഞ്ഞ എല്ലാവരും അങ്ങേ കൃപയാൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ മറ്റാവശ്യങ്ങൾക്കായി മൗനമായി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസ്വരൂപനായ ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങൾ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരൻ്റെ യോഗ്യതകളാൽ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കരുണയും സ്നേഹവും നിറയുന്നൊരമ്മേ, വല്ലാർപാടത്തമ്മേ, നിൻ മുൻപിൽ നിൽക്കുമീ അടിമകൾ ഞങ്ങളിൽ വരമാരി ചൊരിയണമേ. അമ്മയ്ക്കും കുഞ്ഞിനും കായലിൻ ആഴത്തിൽ അഭയം നീ നൽകിയല്ലോ. അമ്മേ, അഭയം നീ നൽകിയല്ലോ. അഴലിൻ്റെ കായലിൽ കേഴുന്ന മക്കൾക്ക് അഭയമായി തീരണമേ. ദൈവകുമാരനു മാതാവായി തീർന്ന നീ നേർവ
നേർവഴി കാട്ടിടണേ അമ്മേ, നേർവഴി കാട്ടിടണേ. ഞങ്ങളും നിൻ ദിവ്യ സൂനുവോടൊന്നിക്കാൻ നൽവരം നൽകണമേ. കരുണയും സ്നേഹവും നിറയുന്നൊരമ്മേ, വല്ലാർ പാടത്തമ്മേ. നിൻ മുൻപിൽ നിൽക്കുമീ അടിമകൾ ഞങ്ങളിൽ വരമാരി ചൊരിയണമേ. രോഗികൾക്കായുള്ള പ്രാർത്ഥന. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരരുടെയും ശാരീരികവും മാനസികവുമായ സർവ്വവിധ രോഗങ്ങളും കുറവുകളും അവ മൂലമുണ്ടാകുന്ന വേദനകളും നഷ്ടങ്ങളും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം മനസ്സിലാക്കുവാനും അങ്ങേ ദിവ്യപുത്രൻ്റെ കരസ്പർശനത്താൽ ഞങ്ങൾ അതിവേഗം സുഖം പ്രാപിച്ച് ജീവിത കർത്തവ്യങ്ങൾ നിറവേറ്റുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ അനുഗ്രഹങ്ങൾ അങ്ങേ വത്സല പുത്രൻ്റെ മാതാവും ഞങ്ങളുടെ മധ്യസ്ഥയുമായ വല്ലാർപാടത്തമ്മ വഴി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ശക്തരാക്കുവാൻ നിങ്ങളിൽ സന്നിധി ചെയ്യട്ടെ. നിങ്ങളുടെ വഴികാട്ടിയായി നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ കാവൽക്കാരനായി നിങ്ങളുടെ പിന്നിലും നിങ്ങളെ അനുഗ്രഹിക്കുവാനായി നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂപിയുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇറങ്ങുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. ആമേൻ.